ദൃശ്യം എന്ന മലയാള സിനിമയിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് അൻസിബ. നിരവധി സിനിമകളിലൂടെ താരം നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് എങ്കിലും ദൃശ്യത്തിലെ കഥാപാത്രമാണ് ഏറ്റവും അധികം ശ്രദ്ധ നേടിയത്. കഴിഞ്ഞ ദിവസം വിൻസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയും ഒരു പ്രശ്നത്തിൽ അൻസിബയുടെ ഒരു ഫോൺ കോൾ നമ്മൾ എല്ലാവരും കേട്ടതാണ്. അൻസിബയുടെ പ്രതികരണം വളരെ ശക്തമായ ഒരു പ്രതികരണം തന്നെ ഒരു ചാനലിനോട്, ഒരു മാധ്യമ സ്ഥാപനത്തിനോട് അൻസിബ നടത്തിയിരുന്നു. ഇപ്പോൾ തന്റെ വിശേഷങ്ങൾ അൻസിബ പങ്കുവച്ചൊരു വീഡിയോ ആണ് വൈറലായി മാറുന്നത്. അൻസിബ എന്താണ് ഇതുവരെയും വിവാഹം കഴിക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഈ വീഡിയോ. വരുന്നില്ല കേട്ടോ, അഞ്ചു അഞ്ചു എത്രയോ നാൾ കുറെ പേര് അഞ്ചു എന്ന് വിളിക്കാറുണ്ട്. പുറത്തേക്ക് പോകുമ്പോ അഞ്ചു ചേച്ചിയല്ലേ അഞ്ചു ചേച്ചിയല്ലേ എന്ന് ചോദിക്കും. എനിക്ക് അങ്ങനെ അഞ്ചു അഞ്ചു, ഞാൻ പഠിച്ച അൻസിബ ഹസൻ അങ്ങനെ പഠിച്ചു വെച്ചേക്കണായിരുന്നു. കാരണം എനിക്ക് അഞ്ചു അഞ്ചു ശരിക്കും എന്റെ പേര് അൻസിബ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ സെക്കൻഡ് നെയിമും കൂടെ ഇടണമല്ലോ. അപ്പോൾ എന്റെ സെക്കൻഡ് നെയിം ഞാൻ ഫാദറിന്റെ പേര് ഇട്ടു, അൻസിബ ഹസൻ. ഒഫീഷ്യലി അൻസിബ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയപ്പോൾ അൻസിബ ഹസൻ എന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും അൻസിബ ഹസൻ. ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോൾ അങ്ങനെയായിരുന്നു കണ്ടത്. അതെല്ലാത്തിലും അങ്ങനെ കിടക്കണേ. പിന്നെ ഫാദറിന്റെ പേരാണല്ലോ ഒബ്വിയസ്ലി നമ്മുടെ നാട്ടില് പേരിന്റെ കൂടെ വരുന്നത്. ഇനി കല്യാണം കഴിഞ്ഞിട്ട് മാറ്റാം. ഉടനെ ഉണ്ടാവോ? ഇല്ലില്ല, ചുമ്മാ പറഞ്ഞതാ. അല്ല, യൂഷ്വലി ഇവിടെ അങ്ങനെയുള്ള ആദ്യം അച്ഛന്റെ പേര്, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡിന്റെ പേര്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് പേഴ്സണലി നമുക്കൊരു പേരുണ്ട്, ആ പേരിൽ അറിയപ്പെടാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം. അപ്പൊ കല്യാണം കഴിഞ്ഞ പേര് മാറ്റില്ല? പേര് മാറ്റും, കൂടെ സർനെയിം ചേർക്കൂല? അങ്ങനെ അതൊന്നും അറിയില്ല. അപ്പൊ ചിലപ്പോ ഇഷ്ടത്തിന്റെ ഒരു പീക്കിലൊക്കെ നിൽക്കുമ്പോ അവർക്ക് എന്നാ പിന്നെ പേര് മാറ്റിയേക്കാം ചിലപ്പോ തോന്നിയാൽ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റിലേഷൻഷിപ്പിലാണോ ഇപ്പൊ? ഇല്ലില്ല. എന്നാലും ഇല്ലില്ല, ഞാൻ പറഞ്ഞതാ. അതിപ്പൊ ഞാനില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഞാൻ ആ കല്യാണമൊക്കെ കഴിച്ച് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇത്തിരി ഭയങ്കര സ്നേഹമൊക്കെ കൂടി നിൽക്കുന്ന ഒരു ടൈം ആണെങ്കിൽ എന്നാ പിന്നെ ഹസ്ബൻഡിന്റെ പേരൊക്കെ ചേർത്തേക്കാന്ന് തോന്നിയാലോ. അപ്പൊ അന്നത്തെ ഇന്റർവ്യൂ വൈറൽ കട്ട്സ് ആയിട്ട് ഇങ്ങനെ പോകും. വൈറൽ കട്ട്സിന്റെ മാത്രമല്ല, അങ്ങനെ എന്തായാലും അങ്ങനെ പോസിബിലിറ്റി ഉണ്ടല്ലോ അങ്ങനെ ചിലപ്പോൾ നടക്കാൻ. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഇല്ല എന്നൊക്കെ ഞാൻ അത്ര കോൺഫിഡന്റ് ആയിട്ട് പറയാൻ എനിക്ക് പറ്റൂലല്ലോ, അതുകൊണ്ട് പറയാത്ത. അത് മാത്രല്ല, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ ഇവരത് എടുത്ത് കുത്തിപ്പൊക്കി ഇടുകയും ചെയ്യും. അന്ന് അൻസിബ അങ്ങനെ പറഞ്ഞായിരുന്നു, എന്നിട്ട് ഇപ്പൊ പേര് മാറ്റിയെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് ഇതേമാതിരി നമുക്ക് പലതും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം കീപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാ, അല്ലാത്തത് പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇപ്പൊ പറഞ്ഞില്ലേ കുറച്ച് ഹൈപ്പർ ആവത്തില്ല എന്ന് പറഞ്ഞില്ലേ, ഇൻട്രോവേർട്ട് ആണോ? ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോ ഹാപ്പി ടു ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു. ഹാപ്പിലി ബീയിങ് ഇൻട്രോവേർട്ട്. അതെ. അതെന്താന്ന് വെച്ചാല് ഞാൻ അധിക പേരെയും കണ്ടിട്ടുള്ളത് എപ്പോഴും ഗ്യാങ് ആയിട്ട് നടക്കുന്നവരാണ്. അപ്പോൾ എന്താ പറയാ, അവരെല്ലാം ഗ്യാങ്. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും വേറെ ക്ലാസ്സിലുള്ളവരാണെങ്കിലും അങ്ങനെ കുറേ പേര് എല്ലാവരും ഫ്രണ്ട്സാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. ഞാനെല്ലാം പറയുന്നത് എൻ്റെ ഉമ്മയുടെ അടുത്ത് പറയും, എൻ്റെ അനിയത്തിയുടെ അടുത്ത് പറയും. അങ്ങനെ അവരാണ് ശരിക്കും ഭയങ്കര ക്ലോസ്. അവരുടെ അടുത്ത് ഞാൻ എല്ലാം പറയും. അല്ലാതെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര് പറയാറില്ല. എല്ലാവരുമായിട്ട് ഞാൻ ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ ചിലരൊക്കെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ അല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും ഒരു 4-5 പേര്, അവർ മാത്രം സിനിമ കാണാൻ പോവുക, അല്ലെങ്കിൽ അവർ മാത്രം കളിക്കുക ഒരുമിച്ച്, അങ്ങനെയല്ല. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും ഫസ്റ്റ് ബെഞ്ചിലോ അല്ലെങ്കിൽ സെക്കൻഡ് ബെഞ്ചിലോ ആയിരുന്നു ഇരുന്നത്. അപ്പോൾ എനിക്ക് കുട്ടികൾ ഇങ്ങനെ മാറിയിരുന്നാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാൻ എല്ലാവരുമായിട്ടും ഓക്കെയാണ്. എനിക്ക് ഇന്ന ആളുടെ അടുത്ത് ഇരിക്കണം എന്നുള്ള ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഒരു ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ എടി നീ കൂടെ വരും, അങ്ങനെ ഒരാൾ കൂടെ വേണം. എനിക്കത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി വരും. ഞാൻ ഞാൻ മിസ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പോയി വരും. പണ്ട് മുതലേ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നിനും ആരും വേണമെന്ന് നിർബന്ധമില്ല. എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു പ്രശ്നവുമില്ല. ഒറ്റയ്ക്ക് പോയി ഒരു സിനിമ കാണാൻ പറഞ്ഞാൽ എനിക്ക് കംഫർട്ടായിട്ടുള്ള തിയേറ്ററാണ്, സേഫ് ആയിട്ടുള്ള തിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊച്ചിയിലാകുമ്പോൾ ഞാൻ ലുലുവിൽ ഒറ്റയ്ക്ക് പോയിരുന്ന സിനിമ കാണാറുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് വരുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇൻട്രോവേർട്ട് അല്ലാത്ത ആൾക്കാർക്ക് എപ്പോഴും ആരെങ്കിലും വേണം എവിടെയെങ്കിലുമൊക്കെ പോകാൻ. അപ്പം ഞാൻ എപ്പോഴും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടെ സ്ട്രോങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഒറ്റയ്ക്കെല്ലാം ചെയ്യാം, കാരണം ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ അവർ ഏബിളാണ്. ആരും ഒരാളുണ്ടെങ്കിലേ അത് ചെയ്യുള്ളൂ എന്നുള്ള സാധനം ഇല്ല. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. തെറ്റാണെന്ന് അറിയില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര കുറവാണോ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരുമായിട്ട് ഞാൻ കമ്പനിയാണ്. ഞാൻ ആരുമായിട്ടും സംസാരിക്കാതിരിക്കൊന്നുമില്ല, എല്ലാവരുടെ കമ്പനി. പക്ഷെ ഞാനൊരു അങ്ങനെ ഒരു ലിമിറ്റിൻ്റെ മേലെ, അല്ലെ ലിമിറ്റിൻ്റെ മേലെ എന്നല്ല,
അങ്ങനെ ഞാനൊരു ആ ഒരു ഫ്രണ്ട്ലി ഒരു ഹൈ ബൈ ജസ്റ്റ് സംസാരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഭയങ്കര കമ്പനി അല്ല ആരുമായിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ആരുമായിട്ടും പിണങ്ങാറുമില്ല. ആ ഓക്കെ, എല്ലാത്തിനും ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തതല്ല, ഞാൻ അങ്ങനെ ആയി പോയി. ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഓക്കെ മാറ്റാം, ഞാൻ ഇനി മുതൽ ഭയങ്കര ആക്റ്റീവായിരിക്കും, ഭയങ്കര ഹൈപ്പറായിട്ടൊക്കെ. പറ്റൂല, കുറച്ച് നേരമൊക്കെ നിൽക്കും. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നമ്മുടെ ഒരു ബേസിക് ക്യാരക്ടർ ചെറിയ പ്രായത്തിലേ രൂപപ്പെട്ട് കാണും, അത് മാറ്റിയെടുക്കാൻ പാടായിരിക്കും. ഇൻട്രോവേർട്ടായി അങ്ങനെ തന്നെയാണ് തുടക്കം മുതൽ. ഞാൻ ചെറുപ്പം തൊട്ടേ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് എല്ലാവരും ഫ്രണ്ട്സാണ്, എല്ലാവരോടും സംസാരിക്കും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞപ്പോൾ വാഷ്റൂമിലൊക്കെ പോകാനാണ് നമുക്ക് ക്ലാസ്സിലൊക്കെ ഉള്ള സമയത്ത് എപ്പോഴും ഒരു ഫ്രണ്ടിനെയും കൂട്ടിയേ പോകുള്ളൂ. ഇൻ്റർവെൽ സമയത്തൊക്കെ തോള് കൈയിട്ട് ഇങ്ങനെ നടക്കും, കൈയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ നടക്കും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചില കുട്ടികളൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും, അവർ പിണങ്ങുമ്പോൾ അവർക്ക് ആരും ഉണ്ടാവില്ല കൂട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കും, ഇവിടെ ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ എൻ്റെ കൂടെ വരും കളി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും നന്നാവും. അപ്പോൾ ഈ വന്ന പുതിയ ഫ്രണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. പക്ഷെ എനിക്കത് ഫീൽ ചെയ്യാറുമില്ല. അയ്യോ 2 ദിവസം എൻ്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയി ഇരുന്നിട്ട് ഇപ്പൊ വീണ്ടും നന്നായപ്പോൾ മറ്റേ ഫ്രണ്ടിന്റെ അടുത്ത് പോയല്ലോ, അങ്ങനത്തെ കുഴപ്പവും എനിക്കില്ല.